ഹലോ എവ്രി വൺ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ CUET സമന്ത് പോർട്ടലിൽ കയറി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനോടൊപ്പം ആ മേലത്തെ ഓപ്ഷൻസിൽ ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഗൈഡ് കയറിയിട്ട് വേണം ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന്. കാരണം അതിൽ എന്തൊക്കെ വേണമെന്നൊന്നും അവർ പറയുന്നില്ല, പക്ഷേ ഏതൊക്കെ സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ 8 സെക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻസിനനുസരിച്ച് വേണം നിങ്ങൾ സാധനങ്ങൾ തയ്യാറാക്കി വെച്ച് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. സോ ഞാനിന്ന് നിങ്ങൾക്ക് ആ 8 സെക്ഷൻ അല്ലെങ്കിൽ ആ സെക്ഷൻസ് ഏതൊക്കെയാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. അതായത് ജസ്റ്റ് പറഞ്ഞു ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന് മാത്രം ഫെമിലിയറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നില്ല. കാരണം അപ്ലിക്കേഷൻ കുറച്ചുകൂടെ ടൈം എടുത്ത് ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അപ്ലിക്കേഷൻ ചെയ്ത് തുടങ്ങാം. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഏതൊക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഞാൻ പറഞ്ഞു 8 പേജസോളം നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 8 സെക്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കി പോകാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ട കുറേ ഡോക്യുമെൻസും കുറച്ച് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിഫേർഡ് സൈസും അതെവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. സോ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു വീഡിയോ. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്രപ്പോയ്സിൽ പോയി ബാക്കി വീഡിയോസും കാണുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഈ വീഡിയോ, അതായത് CUET ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അതുപോലെ CUET പറ്റി അറിയാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോസ് ഫോർവേഡ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു ന്യൂസ് എത്തിക്കുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. അപ്പോൾ ആപ്ലിക്കേഷൻ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അപ്പോൾ ആ സെക്ഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഈ ഒരു PDF ആയിട്ടാണ് വരിക. സോ ഫാസ്റ്റായിട്ട് നമുക്ക് അതിലൂടെ പോകാം. അപ്പോൾ ഈ ഒരു പോർട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പോർട്ടൽ വളരെ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയതാണ്. അതിനൊപ്പം ഏറ്റവും റൈറ്റ് എൻഡിൽ നമുക്ക് കാണാം സൈൻ ഇൻ, അതുപോലെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ കയറി കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രജിസ്റ്റർ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ വായിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ കാണാൻ. സോ അല്ലെങ്കിലും ആ ഇൻസ്ട്രക്ഷൻസിലുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ വായിക്കുന്നില്ലെങ്കിൽ ഞാനവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ആദ്യം തന്നെ അവർ പറയുന്നത് ന്യൂ രജിസ്ട്രേഷനാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷന് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇൻസ്ട്രക്ഷൻസും പ്രൊസീജിയേഴ്സും കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം എന്നല്ല, ആക്ച്വലി രജിസ്റ്ററിൽ ഞെക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻസും അതുപോലെ പ്രൊസീജിയേഴ്സും കാണാൻ സാധിക്കും. അത് നിങ്ങൾ വായിച്ചു നോക്കുക, കൃത്യമായി വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ ഒരു ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ നിങ്ങൾ അവൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് OBC ആയിരിക്കാം, SC ആയിരിക്കാം, ST ആയിരിക്കാം, അപ്പോൾ അങ്ങനെ EWS ഏതോ റിസർവേഷനാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും സൈസും പറയുന്നുണ്ട്. ഇതുമല്ല, ഇനിയിപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റിനും കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് UGC അല്ലെങ്കിൽ NTA പറയുന്നുണ്ട്. സോ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്കിത് ഓൺ ദ വേ ആപ്ലിക്കേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. സോ ഇതൊക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം ഇതാണ് ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനെയാണ് ഉണ്ടാകുക. നിങ്ങളുടെ ഫീസൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ജനറലിന് 650 റുപ്പീസാണ് സ്ലോട്ട് 1, 650 റുപ്പീസ് സ്ലോട്ട് 2, അതായത് 1300 റുപ്പീസ്, 1300 രൂപ. ഇനി ജനറൽ EWS അതുപോലെ OBC NCL ആണെങ്കിൽ 600 ഈച്ച് ആണ്. സ്ലോട്ട് 1നും 2നും 600ഉം 600ഉം 1200, 1200 രൂപ. ഇനിയിപ്പോൾ ഇതല്ല മറ്റ് കാറ്റഗറി പെട്ട ആൾക്കാർ, അതായത് SC ST തേർഡ് ജെൻഡർ പോലുള്ള കാറ്റഗറീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 550, അതായത് 1100 രൂപയാണ് ടോട്ടൽ വരിക, സ്ലോട്ട് 1ഉം 2ഉം കൂടെ. സോ അത് പറയുന്നുണ്ട്. പിന്നെ ജനറൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പാസ്വേഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പാസ്വേഡ് നിങ്ങൾ മറന്നു, അതായത് ക്വസ്റ്റ്യനും പാസ്വേഡും, നിങ്ങളുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ പാസ്വേഡും ഉണ്ടാവും. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് 8 to 13 ലെറ്റേഴ്സ് ആയിരിക്കണം. ആ ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സും നമ്പറും ഒക്കെ വരണം, ക്യാപ്സും സ്മോളും ഒക്കെ വരണം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ പ്രൊസീഡ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പിന്നെ രജിസ്ട്രേഷൻ ഫോമാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫോമിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യത്തെ നമ്മുടെ സെക്ഷൻ വരുന്നത്. പിന്നെ പ്രസൻറ്റ് അഡ്രസ്സ് വരുന്നുണ്ട്. പാസ്വേഡ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട് അവർ. ഒരു സെക്യൂരിറ്റി പിൻ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ക്യാപ്ച എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഈ അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു പ്രിവ്യൂ അവർ തരും. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വെരിഫിക്കേഷൻ ഓഫ് OTP. അപ്പോൾ ഈ OTP നമ്മുടെ ഫോണിലേക്കാണ്. ഞാൻ പറഞ്ഞു, മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിലും ഒക്കെ ഫങ്ഷനിങ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇമെയിലും ഫോൺ നമ്പറും നിങ്ങളുടേതും അതുപോലെ ഇത് ഓപ്പറേഷനിലുമായിരിക്കണം, അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം. ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് OTP ഒന്നും വരില്ല. OTP വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് അറിയുകയുമില്ല. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതിന് പ്രീ രജിസ്റ്റേർഡ് ID, അതായത് മുമ്പേ അവരെടുത്ത് വെച്ചിട്ടുള്ള ഒരു IDയും ഒരു അക്കൗണ്ടുമാണ് നിങ്ങൾക്ക് തരിക. സോ അത് അടിച്ചിട്ട് വേണം നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് മാറ്റാം. അതിനൊന്നും ആവശ്യമില്ല. ആ പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ എവിടെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ഓരോ വട്ടം കയറുമ്പോഴും
ആ പാസ്വേഡ് അടിച്ച് കയറുക. അങ്ങനെ OTP വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ വരും. ആപ്ലിക്കേഷൻ ഫോമും അതായത് ആ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ലോഗിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെക്ക് ഫോം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതിൽ ക്വിക്ക് ലിങ്ക്സ് ഫോർ അക്കൗണ്ട് ആക്ഷൻസ്. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ലിങ്ക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പല സ്റ്റെപ്സാണ് ഈ സൈഡിലുള്ളത്. സോ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പേയ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാം. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പേയ്മെൻറ്റ്സിലേക്ക് പോകാം. അപ്പോൾ ഓരോരോ ടാബ് ഞാൻ പറഞ്ഞു 8 സ്റ്റെപ്പ് ഉണ്ടെന്നാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലേക്ക് പോകാനുള്ള 8 സെക്ഷൻസിലേക്ക് പോകാനുള്ള ഒരു ക്വിക്ക് ലിങ്ക്സ് ആണ്, അല്ലെങ്കിൽ പല ക്വിക്ക് ലിങ്ക്സ് ആണ് ഈ സൈഡിൽ കാണുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് വെച്ച് നിങ്ങളങ്ങ് കണ്ടിന്യൂ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിൽ ഉണ്ടാവും പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെയാണ് ഇതും. കാൻഡിഡേറ്റ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഐഡൻറ്റിറ്റി ടൈപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പ്രമിസ് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, ഏതെങ്കിലും രീതിയിലുള്ള കോട്ടയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണോ, അതായത് ബിലോ പോവർട്ടി ലൈൻ, BPL ആണോ, കാശ്മീരി മൈഗ്രൻ്റ് ആണോ, വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ അഥവാ WDP അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണോ, ക്ലെയിം ഫോർ NCC കോട്ട, NCCക്കാർക്കൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ ഒരു പക്ഷേ കോട്ട ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ക്ലെയിം ഫോർ സ്പോർട്സ് കോട്ട, ഏതെങ്കിലും രീതിയിൽ സ്പോർട്സിൽ കഴിവ് തെളിയിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലപോലെ കളിച്ചു എന്നുള്ളതല്ല, സർട്ടിഫിക്കറ്റ്സ് വേണം. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയി, യൂണിവേഴ്സിറ്റിയിൽ പണിയെടുക്കുന്ന ആരെങ്കിലും മകനാണോ മകളാണോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ എന്ന് പറയുന്നത് പട്ടാളത്തിൽ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഡിഫൻസിൽ, നമ്മുടെ നേവി ആയിരിക്കാം, എയർഫോഴ്സ് ആയിരിക്കാം, ആർമി ആയിരിക്കാം, അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിഫൻസ് ഫോഴ്സിലുള്ള ആൾക്കാരുടെ മക്കളാണോ നിങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. സോ അതാണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ജില്ലാ സൈനിക് ബോർഡിൽ നിന്ന് ഒപ്പിക്കാവുന്നതാണ്. അതുണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യുക. സീറ്റ്സ് റിസർവ്ഡ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഡിഫൻസ് പേഴ്സണൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളത് അവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ്ഡ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് സെക്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ഡാഷ്ബോർഡ് ഇത് ഞെക്കിയാൽ മതി. ഇനിയിപ്പോൾ അത് മതിയെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് പേഴ്സണൽ ഫോം എന്ന് കൊടുത്തിട്ട് പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കുക. ആ ഓപ്ഷൻ കൊടുക്കുന്നതിലൂടെ നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. അതാണ് ഈ കാണിക്കുന്നത്. അപ്ഡേറ്റ് പേഴ്സണൽ ഫോം കൊടുക്കുക, പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ. ആപ്ലിക്കേഷൻ ഫോമിലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ, റിസൾട്ട് സ്റ്റാറ്റസ്, പാസിംഗ് ഇയർ, ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായി തന്നെ നമ്മുടെ ലൈവ് ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ബോർഡ് ഏതാണ്, സ്കൂൾ കോളേജ് നെയിം, അഡ്രസ്സ്, സ്കൂൾ കോളേജ് പിൻകോഡ്, റോൾ നമ്പർ. അപ്പോൾ ഇതൊക്കെ വേണം എന്നുള്ളതാണ് ചുരുക്കം. നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു വെക്കുക. അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് മോഡ് എന്താണ്, ഗ്രേഡ് ആണോ, മാക്സിമം ഗ്രേഡ്, CGPA കിട്ടിയത്, അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പറൊക്കെ ഉണ്ടാവും 10th. അപ്പോൾ ഇത് കൂടുതലും ഇതെല്ലാം തന്നെ 10th-ൻ്റെയാണ്, 10th ഓർ ഇക്വലൻറ്റ്. അപ്പോൾ 10th ആയിരിക്കും നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ട് ഇതൊക്കെയാണ് 10th ചോദിക്കുന്ന കാര്യങ്ങൾ. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ എടുത്തു വെക്കുക. ഇനി ക്ലാസ് 12. അപ്പോൾ ക്ലാസ് 12 റിസൾട്ട് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ ഓൺ ഗോയിങ്ങോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ബാക്കി പാസ്സായവരാണെങ്കിൽ പാസ്ഡ്. പിന്നെ പാസിംഗ് ഇയർ ഏതാണ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്താണ്, പ്ലേസ് ഓഫ് സ്കൂളിംഗ് ഏതാണ്, അത് അർബനോ റൂറലോ ആയിരിക്കും. അതിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് എഴുതുക. ടൈപ്പ് ഓഫ് സ്കൂൾ കോളേജ്, ഏത് രീതിയിലുള്ള സ്കൂളാണ്, പ്രൈവറ്റ് സ്കൂളാണോ, പബ്ലിക് സ്കൂളാണോ, ഗവൺമെൻറ് സ്കൂളാണോ, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം. ക്വാളിഫയിങ് എക്സാമിനേഷൻ കൺട്രി ഇന്ത്യ, പിന്നെ CGPA എത്രത്തോളം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ, അടുത്ത സെക്ഷനിൽ പോവുക. അവിടെ പോയിട്ട് സേവ് ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എഡ്യൂക്കേഷണൽ ഫോം എന്നുള്ള ഓപ്ഷൻ സേവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇത്രയും കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ സേവ്ഡ് ആവുന്നത്. ഇത് സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വട്ടം തുറക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. അതുകൊണ്ട് സേവ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എഡ്യൂക്കേഷണൽ ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെക്ഷനിലെ ഏതൊരു മാറ്റം അവിടെ വരുത്താൻ പറ്റും. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 9 വരുമ്പോൾ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ. അപ്പോൾ ഇത് ഞങ്ങൾ അപ്ലിക്കേഷൻ, അതായത് ലൈവ് അപ്ലിക്കേഷൻ വരുമ്പോൾ വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് പ്രോഗ്രാം എടുക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ സെലക്ട് യൂണിവേഴ്സിറ്റി നെയിം, സെലക്ട് പ്രോഗ്രാം നെയിം. അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സ്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഫോം അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം വൈകാതെ സെക്ഷനിൽ തന്നെ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായി അവർ ചോദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായി ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം നിങ്ങൾക്ക് ഏതൊരു കോഴ്സ് വേണം എന്നുള്ള. സോ അതുകൊണ്ട് അത് ചെയ്യുക. യൂണിവേഴ്സിറ്റി നെയിം, പ്രോഗ്രാം നെയിം. അപ്പോൾ അത് ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന കോഴ്സ് ഏതെങ്കിലും തെറ്റിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് അടുത്ത കോളേജും അടുത്ത കോഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം ഇത് പ്രിവ്യൂ ചെയ്യാം. നമുക്ക് നോക്കാം നമ്മൾ ആഗ്രഹിച്ച കോഴ്സും കോളേജും തന്നെയാണോ വന്നത്, ഇപ്പോൾ ഞെക്കി മാറിപ്പോയോ,
അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ പ്രിവ്യൂ കണ്ടതിന് ശേഷം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അത് പ്രിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ. അതിൽ ടെസ്റ്റ് പേപ്പർ സബ്ജക്ട് സെലക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ പല രീതിയിലുള്ള ടെസ്റ്റുകൾ, ഡൊമൈൻ സ്പെസിഫിക് ആയിക്കോട്ടെ, ജനറൽ ടെസ്റ്റ് ആയിക്കോട്ടെ, സെക്ഷൻ 1A 1Bയിലെ ലാംഗ്വേജ് ടെസ്റ്റുകളായിക്കോട്ടെ. അപ്പോൾ ഈ ടെസ്റ്റുകളിൽ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്? 9 പേപ്പർ വരെ എഴുതാമെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെ നിങ്ങൾ എഴുതാൻ പോകുന്നു? അപ്പോൾ ലാംഗ്വേജ് ഫ്രം സെക്ഷൻ 1A എഴുതുന്നുണ്ടോ? ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് 1ഉം 2ഉം, അതുപോലെ ജനറൽ ടെസ്റ്റ് സെക്ഷൻ. ഞാനിത് പറഞ്ഞിരുന്നു നിങ്ങളോട് ഓൾറെഡി. 195 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോഴേ, 3.25 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലാംഗ്വേജും 2 ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും അതുപോലെ ഒരു ജനറൽ ടെസ്റ്റും ആയിരിക്കും സ്ലോട്ട് 1ൽ ഉണ്ടാവുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവരും ചോദിക്കുന്നത് സ്ലോട്ട് 1ലേക്കുള്ളത്. ലാംഗ്വേജ് ഫ്രം സെക്ഷൻ 1A, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് 1, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് 2, ഡു യു വാണ്ട് ടു അപ്ലൈ ഫോർ ജനറൽ ടെസ്റ്റ് സെക്ഷൻ 3. സോ ഇത് 3 എഴുതണം എന്നുള്ള അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 4 ടെസ്റ്റുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ 4 ടെസ്റ്റുകൾ തന്നെയാണ് അവർ ആദ്യ സ്ലോട്ടിൽ ചോദിക്കുന്നത്. അതിന് എക്സാമ്പിൾ കാണിക്കുകയാണ്. ലാംഗ്വേജ് ഫ്രം സെക്ഷൻ 1A എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഡൊമൈൻ സ്പെസിഫിക് സെലക്ട് ചെയ്യുക. അതുപോലെ ഏതൊരു ലാംഗ്വേജ് നിങ്ങൾക്ക്, ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ജനറൽ ടെസ്റ്റിന് യെസ് ഓ നോ ആയിരിക്കും. ഡു യു വാണ്ട് ടു അപ്ലൈ എന്നാണ് ചോദിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം സ്ലോട്ട് 1ൻ്റെ ആണത്, നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇനി സേവ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ടെസ്റ്റ് പേപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ടു നെക്സ്റ്റ് സെക്ഷൻ. അങ്ങനെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ഷനാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണം ഈ എക്സാം എഴുതാൻ? നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്റർ വേണോ, അതോ ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ നിങ്ങളിപ്പം കൊച്ചിക്കാരാണെങ്കിൽ തിരുവനന്തപുരം പോകണോ, കോഴിക്കോടുകാരാണെങ്കിൽ കൊച്ചി പോകണോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് കുറേ ആൾക്കാരുണ്ടാവില്ല നിങ്ങൾ എഴുതാൻ, കുറേ ആൾക്കാരുണ്ടാവണം നിങ്ങൾ എഴുതാൻ. സോ ഒരു കാര്യം, എവിടെ വേണം എക്സാമിനേഷൻ സെൻറ്റർ? അപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല, കുറച്ച് ചില്ല് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരെ കൊടുക്കാം. പക്ഷേ ചില്ലിങ് ഒക്കെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ നിങ്ങൾ അത്യാവശ്യം സീരിയസ് ആയി തന്നെ പഠിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓപ്ഷനാണ്, ഞാനൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് പോവാം എക്സാമിനേഷൻ സെൻറ്റർ. അങ്ങനെ എവിടെയെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു 547 സിറ്റീസ് ഉണ്ട് ഇന്ത്യയിലാണെങ്കിൽ. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 13 സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 547 സിറ്റിയിൽ എവിടെ പോയി വേണം നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. സോ അതുകൊണ്ട് അത് നോക്കി കൊടുക്കുക. ഇത്രയും ഓപ്ഷൻസ് കൊടുക്കാൻ പറയുന്നുണ്ട് അവർ. പ്രിഫറൻസ് 1, 2, 3, 4. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ കൊടുക്കുക. അടുത്തുള്ളതോ ദൂരെയുള്ളതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കാം. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കാം. ഇനിയാണ് അപ്ലോഡ് സെക്ഷൻ വരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 12ലാണ് അപ്ലോഡ് സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാം എന്തൊക്കെയാണ് കൃത്യമായിട്ട് വേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ ഒരു സ്കാൻഡ് ഫോട്ടോഗ്രാഫ് വേണം. അതിൽ 80% ഫോട്ടോയുടെ 80% നിങ്ങളുടെ ഫേസ് മാത്രമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഫേസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡോ മറ്റേ പോസൊന്നും അല്ല, പാസ്പോർട്ട് സൈസിലുള്ള പോലെ തന്നെ ചെവി കാണുന്ന രീതിക്കുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് വേണ്ടത്. ഇമേജ് ആയിരിക്കും വേണ്ടതെന്നല്ല, ഇമേജ് ആണ് വേണ്ടത് NTAക്ക്. അപ്പോൾ ഈ ഇമേജ് JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ ആയിരിക്കണം. ഈ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB to 200 KBയുടെ ഇടയിലായിരിക്കണം. സോ ആ സൈസിനിടയിലുള്ള മൊത്തം 80% ഫോട്ടോയിൽ നിങ്ങളുടെ ഫേസ് കാണുന്ന രീതിക്കുള്ള ഒരു ഇമേജ് ആയിരിക്കണം. അതായത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ, പക്ഷെ അതിൻ്റെ റേഷ്യോ എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം ഈ സൈസും 10ൻ്റെ 200 KBയുടെ ഇടയ്ക്കുള്ളതാക്കി എടുത്തു വെച്ചേക്കുക. ഇനി സിഗ്നേച്ചറിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൈസ് അവർ പറയുന്നത് 4 KB to 30 KB ആണ്. നിങ്ങൾ ഒരു ഒപ്പിട്ടതിന് ശേഷം അത് സ്കാൻ ചെയ്ത് ക്രോപ്പ് ചെയ്ത്, അതിനൊരു റേഷ്യോ അവർ പറയുന്നുണ്ടാവും. അത് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് അത് കാണാൻ സാധിക്കുക. ആ റേഷ്യോയിലാക്കി നിങ്ങൾ എടുത്തു വെച്ചേക്ക്. കാരണം എല്ലാ എക്സാംസിനും ആവശ്യം വരുന്ന ഒരു കാര്യം തന്നെയാണിത്. സോ അതുകൊണ്ട് ഈ ഫോട്ടോയും സിഗ്നേച്ചറും റെഡിയാക്കി വെക്കുക. ഇനി വരുന്നത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, കാൻഡിഡേറ്റ്സ് ഫോട്ടോ വിത്തൗട്ട് മാസ്ക് ആണെങ്കിൽ മാസ്ക് ഒന്നും ഇട്ടിട്ട്, അതായത് കോവിഡ് ആണ് അങ്ങനെയാണെങ്കിൽ മാസ്ക് ഒന്നും ഇട്ട് ആ ഒരു ഫോട്ടോ എടുക്കരുത്, അത് അവർ അംഗീകരിക്കില്ല. മാസ്ക് ഇടാത്ത ഫോട്ടോ ആണ് ആവശ്യം. പിന്നെ ക്ലാസ് 10th ഈക്വലൻ അല്ലെങ്കിൽ ഈക്വലൻ സർട്ടിഫിക്കറ്റ്, അത് 10th തുല്യമായി നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്. ഇത് 50 KB to 300 KBയുടെ ഇടയിലുള്ള സൈസിൽ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ 50ൻ്റെയും 300ൻ്റെ ഇടയ്ക്ക് PDF ആയിട്ടുള്ളൊരു ഫയലായിരിക്കണം ഈ 10ാം ക്ലാസ്സിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്. പാസ് സർട്ടിഫിക്കറ്റും അല്ല, മാർക്ക് ലിസ്റ്റാണ് ആവശ്യം. പിന്നെ കാശ്മീരി മൈഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ്. ആ കാശ്മീരി മൈഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം, അവിടെ നമ്മുടെ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻ ഏതിലാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റാണ്. അതിപ്പോൾ OBCD ആണെങ്കിൽ അവർ പറയുന്ന ഫോർമാറ്റിലുള്ള, ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ, ഒരു പ്രത്യേക ലിസ്റ്റിൽ നിന്നുള്ള ഒരു OBC സർട്ടിഫിക്കറ്റ് ആണ് അവർ കൊണ്ടുവരാൻ പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 50 to 300 KB ആയിരിക്കും. ഈ 50 to 100 സൈസിനകത്ത് വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ റിസർവേഷന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതിപ്പം OBC ആണെങ്കിലും ശരി, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിലും ശരി, 50 to 300 KB ആണ്. PDF ആണ് ഇതിൻ്റെ ഫോർമാറ്റ്. സോ ഈ ഒരു ഫോർമാറ്റിൽ ഈ ഒരു സൈസിലുള്ള ഫയൽ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. സോ അതാണ് അപ്ലോഡ്സിനെ പറ്റി പറയാനുള്ളത്. കൃത്യമായ സൈസ് അവർ പറയുന്നുണ്ട്.
കണ്ടോ 50 to 300 KB ലിമിറ്റ്. അപ്പോൾ സ്റ്റാർട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് വൃത്തിക്കായിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കും. അല്ലെങ്കിൽ അവർ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് റീ അപ്ലോഡ് ചെയ്യാൻ പറയും. പക്ഷേ അത് പ്രശ്നമൊന്നും വരാത്ത രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊരു പ്രശ്നവും വരില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് ചോദിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ഓരോ സിംഗിൾ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കാം. സോ മൂവിങ് ഓൺ, പ്രിവ്യൂ. മൊത്തം ഫോമിൻ്റെ ഒരു പ്രിവ്യൂ ആണ് തരുന്നത്. അപ്പം എങ്ങനെ ഇരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ഈ ഒരു 8 സ്റ്റെപ്സായിട്ട് അല്ലെങ്കിൽ 8 സെക്ഷനായിട്ട് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു. സോ പ്രിവ്യൂ ദ കംപ്ലീറ്റ് ഫോം. അപ്പോൾ മൊത്തം ഫോമിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടും. അങ്ങനെ മൊത്തം പ്രിവ്യൂ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത ഫയൽ കാണാൻ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സൈഡിലുണ്ടാവും. സോ അത് കൊടുത്തിട്ട് നിങ്ങൾ വ്യൂവും ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ സൈസൊക്കെ ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി, അതായത് 10ാം ക്ലാസ് ചോദിച്ചിട്ട് നിങ്ങൾ 8ാം ക്ലാസ് ലെവലിലെ സ്കോളർഷിപ്പിൻ്റെ പേപ്പറും അൺഫോർച്ചുനേറ്റ്ലി 50 to 300 KB ഇടയിലാണെങ്കിലും അവരത് വാങ്ങി വെക്കും. കാരണം അവരത് വാങ്ങി വെക്കുമ്പോൾ ഒരിക്കലും അതവർ ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിയുടെ ഇടയ്ക്കാണ് അവരത് ചെക്ക് ചെയ്യുക. അതുകൊണ്ട് 10ാം ക്ലാസ്സിൻ്റെ തന്നെ അല്ലേ നിങ്ങൾ അപ്ലോഡ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ വ്യൂ കൊടുക്കുക. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഉദ്ദേശിച്ച ഫയൽ തന്നെയാണോ അപ്ലോഡ് ആയിട്ടുള്ളതെന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫയൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് ഇടുക. അതിലിപ്പോൾ ഞെക്കിയാൽ മതി, സാധനം ടിക്കായിക്കോളും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടിക്കിട്ട് കൊടുക്കുക. അത് ഒരുപാട് അക്നോളജ്മെൻ്റ് ആണ്. ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. ഞാൻ അത് കൊടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഫിറ്റാണ്, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് പിന്നെ നമ്മൾ പറയരുതല്ലോ ഞാനിതൊന്നും അറിഞ്ഞില്ല, എൻ്റെ ബിഹാഫിൽ വേറെ ആരോ കൊടുത്താണ്. ഇങ്ങനെയും നമ്മുടെ ബിഹാഫ് കൊടുക്കണമെങ്കിലൊക്കെ നമ്മളാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊന്നും സാധ്യത നമ്മൾ കണക്കാക്കണ്ട. അപ്പം അത് ഞാൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്ന ടിക്ക് മാർക്കാണ്. ഇപ്പം നമ്മുടെ പകരം അതൊക്കെ ഒരു ഫോർമാലിറ്റി മാത്രമാണ്. കാരണം നമ്മുടെ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ടിക്ക് ഇടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഒരു ഫോർമാലിറ്റിയാണ്. നിങ്ങളപ്പോൾ ടിക്ക് ഇടുക. ടിക്ക് ഇട്ടിട്ട് ലാസ്റ്റ് പ്രൊസീഡ് ടു പേയ്മെൻറ്റിലേക്ക് പോവുക. പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഫീസ് സബ്മിഷന് മുമ്പ് മെസ്സേജ് വരും. സോ മെസ്സേജ് വായിച്ച് കൺഫേം ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ വരിക. അതുകൊണ്ടാണ് ഇമെയിൽ ID കൊടുക്കുക. അത് കൺഫേം ചെയ്യുക. എന്നിട്ട് ആ ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫീ പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം. നെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ട് മാത്രമേ ഇത് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ പേപ്പർ എടുത്തിട്ടുണ്ടോ അതനുസരിച്ചുള്ള ഫീസാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ അവർ പറയുന്നുണ്ട് എക്സാമിനേഷൻ ഫോം ഫീ ഓട്ടോമാറ്റിക്കലി ഫെച്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടെസ്റ്റ് പേപ്പർ സെലക്ഷൻ. നിങ്ങൾ എടുത്ത പേപ്പറിൻ്റെ ബേസിസിലുള്ള ഒരു ഫീ ആണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട്. അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. നിങ്ങൾ കണക്കൂട്ടിയിരിക്കുന്നു വേണ്ട. അവർ പറയും നിങ്ങളോട് എത്ര രൂപ അടയ്ക്കേണ്ടത്. അത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം വെറുതെ 10-500 കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് നോക്കണം എന്നുള്ളത് ചുരുക്കം. സോ രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ഉണ്ടോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ICICI. അപ്പോൾ ഒരുപാട് പോർട്ടൽസ് ഉണ്ട്. അവിടെ എവിടെ കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാം. പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ പേജ് വരും. നിർബന്ധമായും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് നടത്തിയെന്ന് കാണിക്കാനുള്ള ഏക പീസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് ഈ കൺഫർമേഷൻ പേജാണ്. സോ അതുകൊണ്ട് അത് എടുത്ത് വെക്കുക. അത് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷനിൽ പുറത്തിറങ്ങാം. സോ അതോടുകൂടി ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഇങ്ങനെയാണ് സാമ്പിൾ ഉണ്ടാവുക. ഉണ്ടല്ലേ, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ ഒരൊറ്റ ഫോമിലേക്കായിട്ട് വരും. എവിടേക്കാണ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ, ആപ്ലിക്കേഷൻ നമ്പർ, ഫോട്ടോ, ഒപ്പ്. സോ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഗൈഡ്. അപ്പോൾ ഇത് ഏതൊക്കെ സെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളതും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവ് ആപ്ലിക്കേഷനിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ CUET പറ്റി ഏതൊരുവിധ സംശയമുണ്ടെങ്കിലും ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി ചാറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി CUETയുടെ സമയമാണ്. CUET അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. കോളേജുകളുടെയൊക്കെ ലിസ്റ്റ് വന്നു. ഇനി കോഴ്സുകളെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും, യൂണിവേഴ്സിറ്റികളെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് തയ്യാറാണ്, പൂർണ്ണമായി സജ്ജമാണ്. എല്ലാ ഡൗട്ട്സും 24/7 നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു എക്സാമിൻ്റെ വരവോടുകൂടി കുറേ കൂടെ ആൾക്കാർ ഇത് അറിഞ്ഞു തുടങ്ങി എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം എക്സാമിൻ്റെ അല്ല, ആക്ച്വലി പോർട്ടൽ ഓപ്പൺ ആയതിനു ശേഷം. സോ ഇനിയും ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരോടൊപ്പം കാണുന്നവരാണെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. CUETയുടെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് CUETയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിലേക്ക്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.